ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹെയർ ബോണ്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് വിവിധ തരത്തിലുള്ള കേശ സംരക്ഷണ രീതികളും ചികിത്സകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് വിവിധതരം ഹെയർ ബോണ്ടുകളെക്കുറിച്ച് വിശദീകരിക്കാനാകും. ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ റീബോണ്ടിങ്, ഹെയർ സ്മൂത്തനിങ് എന്നീ പ്രക്രിയകളെക്കുറിച്ച് വിവരിക്കാനാകും. മുടിയുടെ വിശകലനം, പരിശോധന എന്നിവ നടത്താനാകും. കൂടാതെ വിവിധതരം റിലാക്സേഴ്സിനെ കുറിച്ച് വിശദീകരിക്കാനും സാധിക്കും. വിവിധ ഇനം ഹെയർ ബോണ്ടുകൾ. മുടിയുടെ പ്രോട്ടീൻ മോളിക്യൂളുകളെ യോജിപ്പിച്ച് നിർത്തുന്ന കണ്ണികളാണ് ഹെയർ ബോണ്ടുകൾ. അവ മുടിയുടെ ബലം, ഇലാസ്തികത, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ മുടി കെരാറ്റിൻ എന്ന ഫൈബറസ് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുടിയുടെ സംരക്ഷണത്തിനും സ്റ്റൈലിങ്ങിനും ഹെയർ ബോണ്ടുകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നത് അത്യാവശ്യമാണ്. ഈ ബോണ്ടുകളെ വേർപെടുത്തി പുനഃക്രമീകരിക്കുന്നതിനെ ആശ്രയിച്ചാണ് കെമിക്കൽ ട്രീറ്റ്മെന്റുകളായ ഹെയർ റീബോണ്ടിംഗ്, പെർമിംഗ്, കളറിംഗ് എന്നിവ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നത്. കെരാറ്റിനും അമിനോ ആസിഡുകളും അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള കേശസംരക്ഷണം ഈ ബോണ്ടുകളുടെ ബലം നിലനിർത്തി മുടിക്ക് ആരോഗ്യവും ഓജസ്സും നൽകുന്നു. ഹെയർ ബോണ്ടുകൾ 3 തരത്തിലുണ്ട്. അവ ഡൈസൾഫൈഡ് ബോണ്ടുകൾ, സാൾട്ട് ബോണ്ടുകൾ, ഹൈഡ്രജൻ ബോണ്ടുകൾ എന്നിവയാണ്. ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഡൈസൾഫൈഡ് ബോണ്ടുകൾ. ഹെയർ ബോണ്ടുകളിൽ വെച്ച് ഏറ്റവും ബലമുള്ളത് ഡൈസൾഫൈഡ് ബോണ്ടുകൾക്കാണ്. ഈ ബോണ്ടുകൾ മുടിക്ക് നല്ല രൂപവും ഘടനയും നൽകുന്നു. ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൂടുതൽ ഉള്ളതിനനുസരിച്ച് മുടി നല്ലപോലെ ഇടതൂർന്ന് ചുരുണ്ടതായിത്തീരും. വെള്ളം കൊണ്ടോ ചൂടുകൊണ്ടോ വിടർത്താനാവാത്ത വിധം ബലമുള്ളതാണ് ഈ ബോണ്ടുകൾ. പേമുകളിലും റിലാക്സറുകളിലും ഹെയർ കളറുകളിലും ഉള്ള രാസവസ്തുക്കൾക്ക് മാത്രമേ ഈ ബോണ്ടുകൾ വിടർത്താൻ സാധിക്കൂ. ഒരിക്കൽ വേർപെട്ടാൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ പുനഃക്രമീകരിക്കാൻ സാധ്യമല്ല. സാൾട്ട് ബോണ്ടുകൾ. മുടിയുടെ ആകെ ബലത്തിന്റെ 1/3 ഭാഗം സാൾട്ട് ബോണ്ടുകൾ കൊണ്ടുണ്ടാകുന്നതാണ്. മുടിയുടെ അസിഡിക്, ആൽക്കലൈൻ എന്നീ pH അളവുകളിൽ മാറ്റം വരുത്തിയാൽ ഈ ബോണ്ടുകൾ വേർപെടുത്താൻ സാധിക്കും. pH 5.5 അതിലധികമോ ഉള്ള പദാർത്ഥങ്ങൾ മുടിയിൽ പ്രയോഗിച്ചാൽ സാൾട്ട് ബോണ്ടുകൾ ഉടയ്ക്കാനാകും. ഹെയർ ബോണ്ടുകളിൽ വെച്ച് ഏറ്റവും വഴക്കമുള്ളത് ഹൈഡ്രജൻ ബോണ്ടുകൾക്കാണ്. ചൂട്, വെള്ളം എന്നിവയുടെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ വളരെ എളുപ്പത്തിൽ വേർപെടുന്നു. നനഞ്ഞിരിക്കുമ്പോഴോ ചൂടേൽപ്പിച്ച് സ്റ്റൈൽ ചെയ്യുമ്പോഴോ താത്കാലികമായി മുടിക്ക് രൂപമാറ്റം സൃഷ്ടിക്കാനുള്ള കഴിവ് നൽകുന്നത് ഈ ബോണ്ടുകളാണ്. മുടി നനഞ്ഞിരിക്കുമ്പോൾ മോളിക്യൂളുകൾ മുടിനാരിഴയിൽ പ്രവേശിച്ച് നിലവിലുള്ള ഹെയർ ബോണ്ടുകളെ വേർപെടുത്തി പുതിയവ സൃഷ്ടിക്കുന്നു. ഇത് റോളർ ഉപയോഗിക്കുമ്പോൾ മുടിയുടെ രൂപം മാറ്റാനും മുടി ഉറപ്പിച്ച് സെറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഹെയർ റീബോണ്ടിംഗ്, ഹെയർ സ്മൂത്തനിങ്, ഹെയർ സ്ട്രെയിറ്റനിങ്. മുടിയുടെ തനതായ ഘടന മാറ്റി പലതരത്തിലുള്ള പരിണാമങ്ങൾ നൽകുന്ന വിവിധ തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഹെയർ റീബോണ്ടിംഗ്, ഹെയർ സ്മൂത്തനിങ്, ഹെയർ സ്ട്രെയിറ്റനിങ് എന്നിവയാണ് 3 തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റുകൾ. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അമോണിയം തയോഗ്ലൈക്കോളേറ്റ് എന്നീ വീര്യമേറിയ കെമിക്കൽ റിലാക്സറുകൾ ഉപയോഗിച്ച് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഹെയർ സ്ട്രെയിറ്റനിങ് നടത്തുന്നതിനെയാണ് ഹെയർ റീബോണ്ടിംഗ് എന്ന് പറയുന്നത്. ഈ രാസവസ്തുക്കൾ മുടിയുടെ സ്വാഭാവികമായ ബോണ്ടുകൾ വേർപെടുത്തി പുനഃക്രമീകരിക്കുന്നു. അതിന്റെ ഫലമായി മിനുസമേറിയതും തിളക്കമുള്ളതും സ്ട്രെയിറ്റൻ ചെയ്തതുമായ മുടി ലഭിക്കുന്നു. ഈ ട്രീറ്റ്മെന്റ് സാധാരണയായി ചുരുണ്ടതോ അല പോലെയുള്ളതോ ആയ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. പുതിയ മുടി കിളിർത്തു വരുന്നതുവരെ ദീർഘകാലം ഹെയർ റീബോണ്ടിംഗ് നിലനിൽക്കുന്നു. ഹെയർ റീബോണ്ടിംഗ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മുടി കേടുവരിക. റീബോണ്ടിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വീര്യമേറിയ കെമിക്കലുകൾ, ചൂട് എന്നിവയുടെ പ്രയോഗം മുടിയുടെ ഘടനയ്ക്ക് തന്നെ കേടുവരുത്തുന്നു. കാലക്രമേണ ഇത് മുടി വരണ്ടതാക്കാനും പൊട്ടാനും അറ്റം പിളരാനും ഇടയാക്കുന്നു. മുടി വളരുമ്പോൾ വേരിനോട് ചേർന്ന് മുടിയുടെ സ്വാഭാവിക ഘടന വെളിവാകുകയും അപ്പോൾ റീബോണ്ടഡ് മുടിയും പുതിയ മുടിയും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാകുകയും ചെയ്യുന്നു. ഇത് ചിലവേറിയതും ഒരുപാട് സമയമെടുക്കുന്നതുമാണ്. ഹെയർ റീബോണ്ടിംഗ് എന്നത് മുടിയുടെ നീളവും കനവും അനുസരിച്ച് മണിക്കൂറുകളെടുത്ത് ചെയ്യേണ്ടതും ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. പ്രൊഫഷണൽ വൈദഗ്ധ്യം. ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നതിനും സുരക്ഷയ്ക്കും ഈ പ്രക്രിയയ്ക്ക് കഴിവുള്ള ഒരു പ്രൊഫഷണലിന്റെ വൈദഗ്ധ്യം ആവശ്യമാണ്. പരിചയക്കുറവുള്ള സ്റ്റൈലിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത് മുടി കേടാകാനുള്ള സാധ്യത കൂട്ടും.
ശേഷമുള്ള പരിചരണം. മുടിക്ക് വേണ്ടതായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ട്രീറ്റ്മെന്റ് നടത്തിയ മുടിക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെ ട്രീറ്റ്മെന്റിന് ശേഷവും പ്രത്യേക പരിചരണം ആവശ്യമാണ്. ചില മുടികൾക്കുള്ള പരിമിതികൾ. വല്ലാതെ കേടുപാടുകളുള്ളത്, തീരെ കനം കുറഞ്ഞത് എന്നിങ്ങനെയുള്ള ചിലയിനം മുടികൾക്ക് ഹെയർ റീബോണ്ടിംഗ് അനുയോജ്യമല്ല. ഹെയർ സ്മൂത്തനിങ്. ഹെയർ സ്മൂത്തനിങ് അല്ലെങ്കിൽ കെരാറ്റിൻ സ്മൂത്തനിങ് എന്നത് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ്. മുടിയുടെ ചുരുളുകൾ കുറച്ച് മിനുസവും മൃദുലവുമാക്കി കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഹെയർ സ്ട്രൈറ്റനിങ്ങിലേതുപോലെ ഇത് ചെയ്താൽ ചുരുണ്ട മുടിയും അലകൾ പോലെയുള്ള മുടിയും മുഴുവനായി സ്ട്രൈറ്റൻ ആവുന്നില്ല. ഈ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഹെയർ സ്മൂത്തനിങ് ഉൽപ്പന്നങ്ങളിൽ മുടിയുടെ ഷാഫ്റ്റുകൾ മൃദുലമാക്കി മുടിക്ക് ബലം നൽകുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. മുടി സ്ട്രൈറ്റൻ ചെയ്യാതെ തന്നെ നല്ല മൃദുവായി തോന്നിക്കുന്ന രീതിയിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെയർ സ്മൂത്തനിങ് അനുയോജ്യമാണ്. ഹെയർ സ്മൂത്തനിങ് കൊണ്ടുള്ള ചില ദോഷങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പരിമിതമായ സ്ട്രൈറ്റനിങ്. ഹെയർ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ ഹെയർ റീബോണ്ടിംഗ് ചെയ്യുമ്പോൾ ഉള്ളതുപോലെ മുടി പൂർണ്ണമായി സ്ട്രെയിറ്റ് ആയി തോന്നിക്കില്ല. ഇത് മുടിയുടെ ചുരുളുകൾ കുറച്ച് മൃദുലമാക്കി കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. പക്ഷേ റീബോണ്ടിംഗ് ചെയ്യുമ്പോഴെന്ന പോലെ മുടി പൂർണ്ണമായി സ്ട്രെയിറ്റ് ആവുകയില്ല. ഫലങ്ങൾ സ്ഥിരമല്ല. ഹെയർ സ്മൂത്തനിങ് കുറച്ചു മാസങ്ങളോളം നിലനിൽക്കുമെങ്കിലും അത് സ്ഥിരമായ പരിഹാരമല്ല. അതിന്റെ ഫലം ക്രമേണ കുറഞ്ഞു വരുന്നതുകൊണ്ട് അത് നിലനിർത്താൻ ഇടയ്ക്ക് ടച്ചപ്പ് ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടിവരും. മുടി കേടുവരിക. ഹെയർ റീബോണ്ടിങ്ങിലേതുപോലെ സ്മൂത്തനിങ് പ്രക്രിയയിലും ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ മുടിയുടെ ഘടനയ്ക്ക് ദോഷമുണ്ടാക്കുന്നു. സ്മൂത്തനിങ് ഉൽപ്പന്നങ്ങളുടെ അമിതമായോ കൃത്യമല്ലാത്തതോ ആയ പ്രയോഗം മൂലം മുടി വരണ്ട് മയമില്ലാത്തതായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അലർജി. സെൻസിറ്റീവായ ചർമ്മമുള്ളവരിൽ സ്മൂത്തനിങ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ അലർജിയോ തലയോട്ടിയിൽ അസ്വസ്ഥതയോ ഉണ്ടാക്കിയേക്കാം. ഹെയർ സ്ട്രൈറ്റനിങ്. താൽക്കാലിക ഹെയർ സ്ട്രൈറ്റനിങ് ഉൽപ്പന്നങ്ങൾ കൊണ്ടോ ചൂടുപയോഗിച്ചുള്ള സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ കൊണ്ടോ മുടിയുടെ വളവുകൾ നീക്കുന്ന മാർഗമാണ് ഹെയർ സ്ട്രൈറ്റനിങ്. ചൂടുപയോഗിച്ചുള്ള സ്റ്റൈലിംഗ് ഉപകരണമായ ഫ്ലാറ്റ് അയൺ, ഹെയർ സ്ട്രൈറ്റനിങ് ഉൽപ്പന്നമായ സെറം എന്നിവയാണ് ഇതിനായി സാധാരണ ഉപയോഗിക്കാറ്. ചുരുണ്ടതോ അലകളായുള്ളതോ ആയ മുടിക്ക് തിളക്കവും മൃദുത്വവും തോന്നിക്കാനാണ് ഇത് സാധാരണയായി ചെയ്യാറുള്ളത്. മുടി കഴുകുമ്പോഴും ഈർപ്പം തട്ടുമ്പോഴും ഹെയർ സ്ട്രൈറ്റനിങ്ങിന്റെ ഫലം ക്രമേണ കുറഞ്ഞ് കാലക്രമേണ മുടി അതിന്റെ സ്വാഭാവിക ഘടനയിലേക്ക് എത്തും. ഹെയർ സ്ട്രൈറ്റനിങ്ങിന്റെ ചില ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മുടി കേടുവരിക. ചൂടുപയോഗിച്ചുള്ള സ്റ്റൈലിംഗ് ഉപകരണമായ ഫ്ലാറ്റ് അയൺ, കേളിംഗ് അയൺ എന്നിവ ഇടയ്ക്കിടെ ഉപയോഗിച്ചാൽ മുടി വരണ്ട് അറ്റം പിളർന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ഈർപ്പം നഷ്ടമാവുക. ചൂടുപയോഗിച്ചുള്ള സ്റ്റൈലിംഗ് മുടിയുടെ സ്വാഭാവികമായ ഈർപ്പം ഇല്ലാതെയാക്കി മുടി വരണ്ട് എളുപ്പം ചുരുളാൻ സാധ്യതയുണ്ട്. ഫലങ്ങൾ തമ്മിൽ പൊരുത്തമില്ലായ്മ. കെമിക്കൽ റിലാക്സറുകൾ, ചൂടുപയോഗിച്ചുള്ള സ്റ്റൈലിംഗ് എന്നിവ കൊണ്ട് പൂർണ്ണമായും സ്ട്രെയിറ്റ് മുടി കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ ഘടനകൾ തമ്മിൽ പൊരുത്തമില്ലായ്മ ഉണ്ടായേക്കാം. വിധേയത്വം. സ്ഥിരമായി സ്ട്രെയിറ്റനിങ് മാർഗങ്ങൾ പിന്തുടർന്നാൽ ഇതില്ലാതെ വയ്യ എന്നാവുകയും ചിലർക്ക് സ്വന്തം മുടിയുടെ സ്വാഭാവിക ഘടനയിൽ അതൃപ്തിയും അലോസരവും ഉണ്ടാവുകയും ചെയ്തേക്കാം. തലയോടിന്റെ വിശകലനവും മുടി പരിശോധനയും. ക്ലയന്റുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുടിയുടെയും തലയോടിന്റെയും ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഏതൊരു പ്രക്രിയയും ആരംഭിക്കുന്നതിന് മുൻപ് അതിനെപ്പറ്റി ക്ലയന്റിനോട് വിശദീകരിച്ചിരിക്കണം. കൺസൾട്ടേഷന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ ഒരു റെക്കോർഡ് കാർഡ് ഉപയോഗിക്കുക. ഈ ടെസ്റ്റുകളുടെ ഫലം പരിഗണിച്ചുകൊണ്ടുവേണം മുടിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റോ പരിചരണമോ നിർണ്ണയിക്കാൻ. മുടിയുടെ ആരോഗ്യത്തിന്റെയും സവിശേഷതകളുടെയും വിവിധ വശങ്ങൾ വിലയിരുത്താൻ 3 മാർഗങ്ങളുണ്ട്. അവ ഇനി പറയുന്നവയാണ്: പോറോസിറ്റി ടെസ്റ്റ്, ഡയമീറ്റർ ടെസ്റ്റ്, കൂടാതെ ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ്. പോറോസിറ്റി ടെസ്റ്റ്. മുടിയുടെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. കൂടുതൽ പോറസായതും കേടുപാടുകൾ ഉള്ളതുമായ മുടി മങ്ങിയും വരണ്ടതുമായിരിക്കും. ഇത് എളുപ്പം പൊട്ടാൻ സാധ്യതയുള്ളതുമാണ്. മൃദുവായതും ലോലമായതുമായ മുടിക്ക് പോറോസിറ്റി കുറവായിരിക്കും. കുറച്ച് പരുപരുത്ത മുടിയാണ് സ്വാഭാവികവും ആരോഗ്യമുള്ളതും. മുടി കൂടുതൽ പരുപരുത്തതോ പെട്ടെന്ന് പൊട്ടുന്നതോ വരണ്ടതോ ആയി കാണപ്പെടുന്നുവെങ്കിൽ അത് വെട്ടുകയോ കേടുപാടുകൾ തീർക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യണം. ഡയമീറ്റർ ടെസ്റ്റ്. മൃദുലമായ മുടി കൂടുതൽ എണ്ണമയവും കനവുമുള്ളതാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇങ്ങനെ കട്ടിയുള്ള മുടിയിൽ ട്രീറ്റ്മെന്റുകൾ ഫലിക്കാൻ കൂടുതൽ സമയമെടുക്കും. മുടി തൊട്ടുനോക്കുന്നത് മുടിയുടെ ഡയമീറ്റർ അഥവാ ഘനം വിലയിരുത്താൻ സഹായകമാകും. ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ്. ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ശിരോചർമ്മത്തിന്റെ ആരോഗ്യസ്ഥിതി നിർണ്ണയിക്കുന്നു. ആരോഗ്യമുള്ള മുടി വലിച്ചാൽ അതിന്റെ നീളത്തിന്റെ 1/3 നീളം വരെ വലിഞ്ഞ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. എന്നാൽ കേടുപാടുകളുള്ള മുടി വലിച്ചാൽ സ്വാഭാവിക നീളത്തിലേക്ക് തിരിച്ചു പോവുകയില്ല. മാത്രമല്ല വരണ്ട മുടിയാണെങ്കിൽ വലിക്കുമ്പോൾ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. വിവിധ തരത്തിലുള്ള റിലാക്സറുകൾ.
സ്വാഭാവികമായി ചുരുണ്ടതോ വളവുകളുള്ളതോ ആയ മുടിയുടെ രൂപം മാറ്റാൻ ഉപയോഗിക്കുന്ന രാസ ഉൽപ്പന്നങ്ങളാണ് റിലാക്സറുകൾ. ഇതിന്റെ പ്രധാന ഉദ്ദേശം മുടി സ്ട്രെയിറ്റൻ ചെയ്ത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും തയ്യാറാക്കുക എന്നതാണ്. പലതരത്തിലുള്ള റിലാക്സറുകൾ ലഭ്യമാണ്. ഓരോന്നിനും തനതായ പ്രയോഗവും ഉപയോഗിക്കേണ്ട രീതിയും ഉണ്ട്. പ്രധാനപ്പെട്ട റിലാക്സറുകൾ ഇവയാണ്: തയോഗ്ലൈക്കോളേറ്റ് റിലാക്സർ, ആസിഡ് റിലാക്സർ, കൂടാതെ ഹൈഡ്രോക്സൈഡ് റിലാക്സർ. ഇവയെക്കുറിച്ച് വിശദമായി നോക്കാം. തയോഗ്ലൈക്കോളേറ്റ് റിലാക്സർ വേവി അല്ലെങ്കിൽ അലകൾ പോലെയുള്ള മുടിക്ക് പെർമനന്റ് ആയിട്ട് പരിഹാരം നൽകാൻ സഹായകമാകുന്ന തയോഗ്ലൈക്കോളേറ്റ് ഈ റിലാക്സറുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ കട്ടിയുള്ള ക്രീം രൂപത്തിലോ ജെൽ രൂപത്തിലോ ലഭ്യമാണ്. മുടിയുടെ ചുരുളുകൾ മാറ്റുവാൻ തയോഗ്ലൈക്കോളേറ്റ് റിലാക്സറുകൾ വളരെ ഫലപ്രദമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തയോഗ്ലൈക്കോളേറ്റ് റിലാക്സറുകൾ മുടി ഫലപ്രദമായി സ്ട്രെയിറ്റൻ ചെയ്യുമെങ്കിലും അടുത്തടുത്ത് ഉപയോഗിക്കുകയോ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുകയോ റിലാക്സർ ഏറെ നേരം മുടിയിൽ നിലനിർത്തുകയോ ചെയ്താൽ അത് മുടിക്ക് ദോഷം ചെയ്യും. മുടി വരളാനും എളുപ്പത്തിൽ പൊട്ടാനും മുടി പെട്ടെന്ന് കൊഴിയാനും ഇടയാക്കിയേക്കും. ആസിഡ് റിലാക്സറുകൾ വേവി മുടിക്ക് പെർമനന്റ് ആയിട്ട് പരിഹാരം കാണുവാൻ ആസിഡ് റിലാക്സറുകൾ ഉപയോഗിക്കാം. സാധാരണയായി ആസിഡ് റിലാക്സറുകളിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ചേരുവ ഒരു ബൈസൾഫൈറ്റ് ആയിരിക്കും. ഇവ വളരെ വീര്യം കുറഞ്ഞവയായതുകൊണ്ട് റിലാക്സറായി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലല്ല, മറിച്ച് മൃദുവായ ചുരുളുകളുള്ള മുടികൾക്കുള്ള പ്രക്രിയയിലാണ് ഇവ ഉപയോഗിക്കാറ്. ഹൈഡ്രോക്സൈഡ് റിലാക്സറുകൾ സാധാരണയായി സലൂണുകളിലാണ് ഹൈഡ്രോക്സൈഡ് റിലാക്സറുകൾ വലിയ തോതിൽ ഉപയോഗിക്കാറ്. അവ ഉപയോഗിച്ചാൽ സ്ട്രെയിറ്റനിങ്ങിന്റെ അതേ ഫലം ലഭിക്കുന്നു. ക്രീം രൂപത്തിലുള്ള ഈ റിലാക്സറുകൾ സാധാരണ മൈൽഡ്, റെഗുലർ, സൂപ്പർ എന്നിങ്ങനെ വ്യത്യസ്ത വീര്യങ്ങളിൽ ലഭിക്കുന്നു. പ്രധാന ചേരുവയുടെ ശതമാനം അനുസരിച്ചാണ് വീര്യം കണക്കാക്കുന്നത്. അത് 2 മുതൽ 15% വരെ വ്യത്യാസപ്പെടാം. ഓരോ തരം റിലാക്സറുകൾക്കും അതിൻ്റെതായ ഗുണങ്ങളും പ്രാധാന്യങ്ങളുമുണ്ട്. മുടിയുടെ തരം, ഘടന, ഉദ്ദേശിക്കുന്ന ഫലം എന്നിവ കണക്കിലെടുത്തു വേണം യോജിച്ചവ തിരഞ്ഞെടുക്കാൻ. പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുന്നതിനും മുടിക്ക് ദോഷം സംഭവിക്കാതെ ഇരിക്കുന്നതിനും റിലാക്സർ ട്രീറ്റ്മെന്റുകൾ ഒരു പ്രൊഫഷണലായ ഹെയർ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നതാണ് ഉത്തമം. മുടിയുടെ ആരോഗ്യവും സ്വാഭാവികതയും നിലനിർത്തുന്നതിന് റിലാക്സർ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ ചെയ്യുകയും അതിനുശേഷം ശരിയായ പരിചരണം നൽകുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ബോണ്ടുകളെക്കുറിച്ച് വിശദീകരിച്ച് വിവിധ തരം ബോണ്ടുകളുടെ പട്ടികയുണ്ടാക്കുക. ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ റിബോണ്ടിങ്, ഹെയർ സ്മൂത്തനിങ് എന്നിവയുടെ പ്രക്രിയ നിർവചിക്കുക. മുടിയുടെ വിശകലനവും പരിശോധനയും നടത്തുക. പലതരത്തിലുള്ള റിലാക്സറുകളെക്കുറിച്ച് വിശദീകരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.